ഒരു റിക്രൂട്ട്മെന്റ് പ്രഖ്യാപനത്തിന് മറുപടിയായി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ജനറൽ തസ്തികയിലേക്ക് അപേക്ഷകൻ അപേക്ഷ സമർപ്പിച്ചു. ഹർജിക്കാരനു ആ തസ്തികയിലേക്ക് ആവശ്യമായ എല്ലാ യോഗ്യതകൾ ഉണ്ടായിട്ടും തനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉള്ളതുകൊണ്ട് മാത്രം അന്യായമായി തന്റെ അവസരം നിഷേധിക്കപ്പെട്ടു എന്നാണ് ഹർജിക്കാരന്റെ വാദം. ആശയവിനിമയ രേഖകൾ പ്രകാരം മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തലിൽ ഹർജിക്കാരൻ ജോലിക്ക് അനുയോജ്യനല്ലെന്ന് കണ്ടെത്തി. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് പുറപ്പെടുവിച്ച കമ്മ്യൂണിക്കേഷൻ റദ്ദാക്കണമെന്നും ബന്ധപ്പെട്ട തസ്തികയിലേക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉടൻ നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചതിന്റെ പേരിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് തൊഴിൽ നിഷേധിക്കുന്നത് ന്യായമാണോ എന്നതായിരുന്നു ഹൈക്കോടതിയിൽ പരിഗണനയ്ക്കായി വന്ന ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ HIV പോലുള്ള രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്കും സിവിൽ അല്ലെങ്കിൽ പൊതുജോലി നിഷേധിക്കരുതെന്ന് കോടതി വിധിച്ചു. കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തികളോടുള്ള വിവേചനം തടയാൻ HIVക്ക് സമാനമായ പ്രോട്ടോക്കോളുകൾ ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിക്കണമെന്നും കോടതി ശുപാർശ ചെയ്തു. നിർണായകമായി മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ വ്യക്തിഗത സ്ഥാനാർത്ഥിയേക്കാൾ അണുബാധയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതിനാൽ ഉദ്യോഗാർത്ഥിയുടെ ശാരീരിക അവസ്ഥയും ജോലിയുടെ മികവിൽ അതിന്റെ സ്വാധീനവും ശരിയായി വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകത കോടതി ഊന്നിപ്പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ, ഈ രോഗാവസ്ഥ കാരണം ഉദ്യോഗാർത്ഥിക്ക് ജോലി ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കാനാവില്ല. അതിനാൽ തൊഴിൽ നിഷേധിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി അസാധുവാക്കി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.